കട്ടക്കരിപ്പന്റെ മാലാക പെണ്ണ്. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. രുദ്രൻ തല നല്ലപോലെ തുടച്ച ശേഷം കയ്യിലുള്ള ടവൽ അവിടെ ഇട്ട് അവർക്കടുത്തേക്ക് നടന്നു. ഒരു പാൻ്റാണ് അവന്റെ വേഷം. ഇഷ അവൻ വിളിച്ചതും അവൾ ദേവിയുടെ വാരിൽ നിന്ന് മുഖം പതിയെ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ദേവിയും കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. കുളിക്കണ്ടേ അവൻ ചോദിച്ച് അവൾ തലകുലുക്കി. പുതപ്പുകൊണ്ട് മാറിൻ്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് അവൾ പതിയെ ദേവിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. ദേവി അവളുടെ കയ്യിൽ പിടിച്ച് നേരെ ഇരുത്തിയ ശേഷം എണീറ്റു. എന്നാൽ ഇനി കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും താഴേക്ക് വായോ. ദേവി രുദ്രനെ നോക്കി പറയുമ്പോൾ അവനൊന്ന് തലകുലുക്കി. ദേവി പോയതും രുദ്രൻ വാതിൽ ലോക്കാക്കി വന്നു. അമ്മ ചീത്ത പറഞ്ഞു. ബെഡിൽ നിന്ന് നിലത്തേക്ക് കാല് തൂക്കിയിട്ടിരുന്നുകൊണ്ട് ചുണ്ടു പിളർത്തി അവളൊരു പരാതി പോലെ അവൾക്കടുത്തേക്ക് നടന്നു വരുന്നവരെ നോക്കി പറഞ്ഞു. രുദ്രൻ അതിനൊന്ന് ചിരിച്ചു. അത് ചീത്തയായിട്ടൊന്നും കൂട്ടണ്ട, കാര്യം പറഞ്ഞു തന്നല്ലേ. ഇങ്ങനെ കണ്ടപ്പോൾ അമ്മ തെറ്റിദ്ധരിച്ചു, അതാ കാരണം. രുദ്രൻ അവളുടെ തലയിൽ തലോടി ഒരു ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. എന്നാ കുളിച്ചാലോ? മേല് കഴിയുന്നല്ലേ ഉള്ളൂ, ഞാൻ കുളിച്ചോളാം. ഇപ്പം എന്നെ കൊണ്ട് പറ്റും. അത് വേണ്ട, കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ പോട്ടെ, എന്നിട്ട് തനിയെ കുളിക്കാം. പിന്നെ അവളൊന്നും പറഞ്ഞില്ല. രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുതപ്പിൽ പിടിച്ചു. നെഞ്ചിന്റെ ഭാഗത്ത് പുതപ്പ് ചുരുട്ടി പിടിച്ച യേശുവിന്റെ കൈയായി അവൾ മുഖമുയർത്തി രുദ്രനെ നോക്കി. അഴിക്കട്ടെ. കാറ്റ് പോലെയുള്ള അവന്റെ ശബ്ദം. യേശു തലവിലുക്കി അവന്റെ മുഖത്തേക്ക് നോക്കി, ആ കണ്ണുകളിലേക്ക്. രുദ്രൻ പുതപ്പ് അടർത്തി മാറ്റിയതും അത് അവളിൽ നിന്ന് അകന്നൂർന്ന് ബെഡിലേക്ക് വീണു. യേശു നന്നായി കിതച്ചു. രുദ്രൻ നിലത്ത് മുട്ടുകുത്തിയിരുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കാതെ പതിയെ അവൾ പറഞ്ഞു. രുദ്രൻ ഒന്നും മിണ്ടാതെ അവളുടെ നെഞ്ചിലേക്ക് മുഖമമർത്തി രണ്ട് കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. വേദനയുണ്ടോ? അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൻ പതിയെ ചോദിച്ചു. വേദനയുണ്ടോ? അവന്റെ നിശ്വാസം അവളുടെ ശരീരത്തിൽ തട്ടിയതും അവളൊന്ന് പിടഞ്ഞുപോയി. ഒന്നും മിണ്ടാതെ അവന്റെ തലമുടിയിൽ അമർത്തി പിടിച്ചു. വാ കുളിക്കാൻ. അവളെ കയ്യിൽ കോരിയെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കണ്ണടച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി രുദ്രനൊരു ചിരിയോടെ തലയൊന്ന് കുടഞ്ഞു. കുളി കഴിഞ്ഞ് അവളെ ബെഡിലിരുത്തി. ഒരു വെള്ള പലാസയും ഒരു കറുപ്പ് ടീഷർട്ടും ഇട്ട് കൊടുത്തു. പോയാലോ? എല്ലാം കഴിഞ്ഞിട്ടും താഴേക്ക് പോവാതെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കണ്ട് അവൾ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവളൊന്നും മിണ്ടാതെ അവനോട് ചേർന്നിരുന്നു. രുദ്ര! വാതിൽ തട്ടി ദേവിയുടെ ദേഷ്യത്തുള്ള വിളി കേട്ടതും യേശു രുദ്രന്റെ നെഞ്ചിൽ നിന്ന് നടന്നു മാറി അങ്ങോട്ടേക്ക് നോക്കി. രുദ്രൻ പല്ലടിച്ചുകൊണ്ട് പോയി വാതിൽ തുറന്നു. ദേവി ദേഷ്യത്തിലകത്തേക്ക് കയറി. അത് ശരി, കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കുകയാണോ? എന്താ രുദ്ര ഇത്? നിങ്ങൾ രണ്ടുപേരും ഫ്രഷായി കഴിഞ്ഞ് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞല്ലേ ഞാൻ? എത്ര നേരം അവരൊക്കെ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു. ബെഡിൽ അവരെ തന്നെ നോക്കിയിരിക്കുന്ന യേശുവിനെ നോക്കി ദേവി ഇത്തിരി കടുപ്പത്തിൽ രുദ്രനോട് പറഞ്ഞു. ഈശോ ഒന്നും മനസ്സിലാവാതെ അവർ തന്നെ നോക്കിയിരിക്കുകയാണ്. രോഗിയെ കാണാമെന്നവർ ഇങ്ങോട്ട് വന്ന് രോഗിയെ കാണണം, അല്ലാതെ അവർ വന്നറിഞ്ഞ് രോഗി അങ്ങോട്ടേക്കല്ല പോവേണ്ടത്. രുദ്രന്റെ ശബ്ദം ആ മുറിയിൽ ഉയർന്നു കേട്ടു. ദേവി പല്ല് അടിച്ചുകൊണ്ട് അവരെ നോക്കി. അവര് വന്നാളെ നിന്റെ ഭാര്യയെ കാണാൻ വന്നപ്പോ തന്നെ ഇങ്ങോട്ട് വന്ന് വിളിച്ചില്ലേ? നിന്റെ ഭാര്യ നീ കാണിച്ചു കൊടുത്തോന്ന്? ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാന്ന് പറഞ്ഞ് ഇപ്പൊ നിന്ന് ഡയലോഗ് അടിക്കുക. മോള് വാ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മോളെ നോക്കിയിരിക്കുക. വായോ, നമുക്ക് പോവാം. ദേവി അവസാനം യേശുവിനെ നോക്കി പറയുമ്പോൾ അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. രുദ്രനെ നോക്കി മിണ്ടാതെ അവൾ ദേവിക്കൊപ്പം നടന്നു. രുദ്രൻ പെട്ടെന്ന് മുന്നിൽ വന്ന് നിന്നു. ഞങ്ങളൊപ്പം വന്നോളാം, അമ്മ ചെല്ല്. ഇനി നീ ഇത് തന്നെ പറ, ഞാൻ കേൾക്കാം. ഒന്ന് പോടാ, പോയി നീ നിന്റെ പണി നോക്ക്. ഞാൻ മോളെ കൊണ്ടുപോവാ, നീ വേണമെങ്കിൽ വാ, അല്ലെങ്കിൽ എല്ലാവരെയും നിന്നെ കാണാൻ ഇങ്ങോട്ട് വിടാം. രുദ്രനെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി യേശുവിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. ചെറുക്കിന് പല നേരം പല സ്വഭാവ നിന്നോടൊഴിച്ച്. ദേവി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി. യേശു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. റൂമിന്റെ വാതിൽക്കിൽ നിന്ന് അവളെ തന്നെ നോക്കിയാണ്. അവളൊന്ന് കണ്ണി ചിമ്മി കാണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. രുദ്രൻ ഒരു ചിരിയോടെ അകത്തേക്ക് കയറി ഒരു ടീഷർട്ട് ഇട്ട ശേഷം അവർക്ക് പിന്നാലെ തന്നെ ഇറങ്ങി. യേശു മോളെ. സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന സെറ്റിലിരുന്ന മുത്തശ്ശി അവൾക്കടുത്തേക്ക് വേഗത്തിൽ വന്നു. കവളിലും തലയിലുമൊക്കെ തലോടുന്നുണ്ട്. മുത്തശ്ശനും ഓരോന്ന് ചോദിച്ചു. അംബികയും പാർവതിയും വല്യച്ഛന്മാർക്ക് വന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി നിർത്തി. മോൾക്ക് അധികം സംസാരിക്കാൻ കഴിയില്ല, സംസാരിച്ചാൽ തലവേദന എടുക്കും. അല്ലെങ്കിൽ അവൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ദേവി പറയുമ്പോൾ പാർവതി അതിന് മറുപടിയും പറഞ്ഞു. എന്നാൽ മോള് വല്ലതും കഴിക്ക്, മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ, വാ. ദേവി അതും പറഞ്ഞു യേശുവിനെ കൊണ്ട് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്ക് രുദ്രൻ വന്നിരുന്നു. അമ്മ പോയിക്കോ, ഞാൻ കൊടുത്തോളാം. രുദ്രൻ പറഞ്ഞതിന് ദേവി എന്ന് അവനെ തുറിച്ചു നോക്കി. ഒന്നിനും സമ്മതിക്കില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുമ്പോഴേക്കും അവൻ വന്ന് ഗ്ലാസ് വാങ്ങി അവളുടെ ചുണ്ടിൽ മുട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്നിനും സമ്മതിക്കില്ല. ആ പരിഭവമാണ് ആ മുഖത്ത്. മരുന്നും മായൊക്കെ ചെല്ലേണ്ടതല്ലേ, കുറച്ച് നേരത്തെ എഴുന്നേറ്റൂടെ മോളെ, എന്നാലല്ലേ അസുഖമൊക്കെ വേഗം മാറി ആൾ ഉഷാറാവുള്ളൂ. നട്ടുച്ചവരെ കിടന്നുറങ്ങിയാൽ ഇങ്ങനെ അസുഖമൊക്കെ മാറുക. പാർവതി പിന്നിൽ നിന്ന് പറയുമ്പോൾ രുദ്രനൊന്ന് പല്ലി അടിച്ചു.
ദേവി ഒന്നും മിണ്ടായ രുദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഈശു അവന്റെ കയ്യിൽ പിടിച്ച് ചെയറിലിരുന്നു. ആരെയും നോക്കാതെ കഴിക്കൽ തുടർന്നു. കഴിക്കലൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ ഹാളിൽ സെറ്റിയിലിരുന്നു. രുദ്രനോട് ചേർന്നാണ് ഈശു ഇരിക്കുന്നത്. അവന്റെ നെഞ്ചിലേക്ക് അവൾ അണച്ചു പിടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് അവൻ ഫോണിൽ എന്തോ നോക്കുകയാണ്. രുദ്ര, മോളുടെ തലയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ? നീ ഇങ്ങനെ അവളെ പിടിച്ചിരുത്തി ഫോണിൽ കളിച്ചാൽ മോൾക്ക് അതിന്റെ കേട്. അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവർക്ക് മുമ്പുള്ള സെറ്റിൽ വന്നിരുന്നു. പിന്നാലെ വന്ന പാർവതി ഈശുവിന്റെ അടുത്തിരുന്നു. രുദ്രന്റെ നെഞ്ചിൽ നിന്ന് അവളെ പതിയെ അടർത്തി മാറ്റി തലയിലെ മുറിവൊക്കെ നോക്കി. രുദ്രൻ അതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒന്നും മിണ്ടാതെ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവന്റെ ആ ഇരുത്തം കണ്ടത് മുത്തശ്ശി ഒന്ന് പല്ലിയടിച്ചു. ഇപ്പോഴും മുത്തശ്ശിയുള്ള അവന്റെ ദേഷ്യം കുറഞ്ഞിട്ടില്ല. മുറിയൊന്നും നല്ലപോലെ മാറിയിട്ടില്ല. നീ ഇങ്ങനെ മോളെ ഏത് നേരം പിടിച്ച് പിച്ചിക്കൊണ്ട് നടന്ന എങ്ങനെ മാറും? അതിന് കുറച്ച് ആശ്വാസം കൊടുക്ക്. എപ്പോഴും ശ്വാസം മുട്ടിക്കുന്ന പോലെ കൊണ്ടു നടക്കും അവൻ. പാർവതി ചിരിയോടെ തമാശിച്ചു പറയുമ്പോൾ ഈശു ദയനീയമായി അവരെ നോക്കി. നാവി ഈ കോലത്തിലാണെങ്കിൽ പോകുന്നതിന് മുമ്പൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ ലക്ഷണവും കാണാനുണ്ട്. രുദ്രന്റെ അടുത്തിരുന്ന് റോണി പാർവതിയെ നോക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഇളി നിൽക്കും. അല്ല, കണ്ണനെ കണ്ടില്ലല്ലോ. അവൻ ശാരദാമ്മയെ കൊണ്ടുവരാൻ പോയതാ. അവരെങ്ങോട്ട് പോയതാ? അടുത്ത ബന്ധത്തിലൊരു വിവാഹമുണ്ട്, കുറച്ചു ദിവസമായി പോയിട്ട്. മുത്തശ്ശിയുടെ ചോദ്യങ്ങൾക്ക് റോണി മറുപടി എടുക്കുമ്പോഴും അവന്റെ കണ്ണുകൾ കയ്യിലുള്ള ഫോണിലായിരുന്നു. എന്തോ അവന്റെ ആ പ്രവൃത്തി മുത്തശ്ശിക്ക് പിടിച്ചില്ല. രുദ്രനെ നോക്കി അവനും ഫോണിൽ തന്നെ. എന്തോ മുന്നിലിരിക്കുന്ന അവരെന്നൊരു ബഹുമാനമില്ലാത്ത പോലെ. രുദ്ര, മുത്തശ്ശി വിളിച്ചവും ആ ഫോണിൽ നിന്ന് മുഖമുയർത്തി അവരെ നോക്കി. പാർവതി ഈശുവിന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. മുത്തശ്ശി അവൻ നോക്കിയും ദേവിയെ നോക്കി, പിന്നെ മോഹനെയും. എന്താ? ഒന്നും പറയാതെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന കണ്ടിട്ടാവും അവനൊന്ന് കടുപ്പിച്ച് ചോദിച്ചത്. രുദ്ര, റോണി പറയുന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ മോളുടെയും മരുന്നൊക്കെ കഴിഞ്ഞ് മുറിവൊക്കെ ഉണങ്ങിയ ശേഷം നമുക്കൊരു ആയുർവേദം നോക്കുന്നല്ലേ നല്ലതെന്നൊരു തോന്നല്. മറ്റുള്ളവർ പറഞ്ഞാൽ ഒരുപക്ഷെ ഉടനടി ഒന്നും ആലോചിക്കാതെ നോ വരും. എന്നാൽ ഇത് അങ്ങനെ ഉണ്ടാവില്ല. 1-2 തവണ ആലോചിച്ചേ പറയാറുള്ളൂ. മോളുടെ ശരീരത്തിന് പുറത്ത് കാണുന്ന മുറി മാത്രമേ നമുക്ക് ഈ മരുന്നിലൂടെ മാറ്റാൻ പറ്റുള്ളൂ. എന്നാൽ മോളുടെ ശരീരത്തിനകത്തുള്ള ചതവോടിയൊക്കെ മാറണമെങ്കിൽ അങ്ങനെയൊന്നും ആവശ്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മുത്തശ്ശിന് പിന്നാലെ മോഹന അഭിപ്രായത്തോട് യോജിച്ചു. രുദ്രൻ ദേവിയെ നോക്കി. ആ മുഖഭാവം അങ്ങനെ തന്നെ. അവനൊന്നും മിണ്ടാതെ ഫോണിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. കണ്ടോ, എല്ലാവരും കണ്ടോ അവന്റെ അഹങ്കാരം? നമ്മൾ പറയുന്ന കേട്ടിട്ടും ശ്രദ്ധിച്ചിട്ട് വല്ല മറുപടിയും പറഞ്ഞു. അവന് സമ്മതമാണെങ്കിൽ അത് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. അല്ലാതെ മിണ്ടാതെ മുന്നിൽ നിൽക്കുന്നവരെ കോമാളിയാക്കിയല്ല വേണ്ടത്. നമ്മൾ ഈ പറയും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളൊരു തോന്നല അവന്. അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അങ്ങനെ ചിന്തിച്ചുകൂടാ അവന്? മുത്തശ്ശി ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും രുദ്രനെ തന്നെ നോക്കിയിരുന്നു. അവിടെ പ്രത്യേകിച്ച് ഒരു ഭാവമില്ല. വലത്തേ കൈ കൊണ്ട് ഈശുവിൻ്റെ ഇടത്തേ കയ്യിൽ പിടിച്ച് വിരലുകൾ തഴുകി ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവന് വല്ല കുരുക്കുണ്ടോ എന്ന് നോക്കിയേ. ഒരു പ്രതികരണം ഇല്ലാതെ ഇരിക്കുന്ന കണ്ടിട്ടും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നമുക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ, അവന്റെ ഭാര്യയ്ക്ക് അവനും വേണ്ടി തന്നെയാ പറയുന്നതും ചെയ്യുന്നൊക്കെ. പ്രസവം കഴിയാത്ത പെണ്ണ, ഉള്ളിൽ വല്ല ചതവോ പൊട്ടലോ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയും കണ്ടും ചികിത്സ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ കുറെ മരുന്ന് കുടിച്ചിട്ടൊന്നും കാര്യമില്ല. അതിനെങ്ങനെയാ നല്ലത് തോന്നണ്ടേ? ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ? മക്കൾ ഏത് വഴി പോണോ അതുവഴി നടക്കുന്ന അച്ഛനും അമ്മയും ആണല്ലോ. ഇപ്പൊ പിന്നെ മരുമകൾ പോണ വഴി ആയിട്ടുണ്ട്. അവസാനത്തെ ആ പുച്ഛത്തോടെയുള്ള വാക്കുകൾ ദേവിയെ നോക്കിയാണ് അവർ പറഞ്ഞു നിർത്തിയത്. ദേവി ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിന്നു. പണ്ടേ അവരെ പേടിയാണ്. ഒന്നും മിണ്ടാനോ പറയുന്നത് തിരുത്താനോ ശ്രമിക്കാറില്ല. ശ്രമിച്ചിട്ടും കാര്യമില്ലെന്നറിയാം. അതുതന്നെയാണ് കാരണം. എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അത് കൂടുതൽ ശക്തിയിൽ തിരിച്ചടിക്കും. റോണി ദേവിയെ നോക്കി, പിന്നെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ടിരുന്നു. രുദ്രൻ അപ്പോൾ ഒരു കുലുക്കവുമില്ല. ഇനി അവനൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് വലിയ വായിൽ തോന്നിയ വർത്തമാനങ്ങൾ കാരണമാവും. അതെല്ലാം അവസാനം ദേവിക്ക് മേൽ തന്നെ വന്ന് വീഴുമെന്ന് തോന്നിയുണ്ടാവും. മുത്തശ്ശിയുള്ള ദേഷ്യവും അവന്റെ പേരിൽ തീർത്തുകൊണ്ട് മോഹൻ അവനെ വിളിച്ചത്. ഞാനെന്ത് പറയാനാ? നിങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടില്ലേ? അതെന്നോട് പറയുന്നു എന്നല്ലേ ഉള്ളൂ. ഞാൻ സമ്മതമില്ലെന്ന് പറഞ്ഞാലും നിങ്ങളത് നടത്തും. നിങ്ങളെല്ലാവരും കൂടെ നടത്തിക്കും. പിന്നെ എന്തിനങ്ങനെ ഒരു സംസാരം? മോഹനെ നോക്കി ഇത്തിരി കടുപ്പിച്ച് തന്നെയാണ് അവനത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചുറപ്പിച്ച ശേഷം നിന്നോട് ചോദിക്കുന്നൊന്നുമല്ല. ഇങ്ങനൊരു കാര്യം ആദ്യമേ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. യേശുവിൻ്റെ ശരീരവും നിങ്ങളുടെ ഭാവിക്ക് ആലോചിച്ചുള്ള ആശങ്ക മുത്തശ്ശി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ഞങ്ങൾക്കും തോന്നി. മോഹൻ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രനൊന്നും മിണ്ടിയില്ല. ഫോൺ സെറ്റിയിൽ വെച്ച് സെറ്റിയിലേക്ക് ചാരി 2 കൈയും നെഞ്ചത്ത് കെട്ടിവെച്ച് ഒന്നുകൂടെ ഇരുന്നു. അതെ, നിന്റെ ഭാര്യയുടെ കാര്യമല്ലേ, നിങ്ങളുടെ ഭാവി ജീവിതമല്ലേ. അതിൽ നിങ്ങളെക്കാൾ അഭിപ്രായം പറയാനും തീരുമാനമെടുക്കാനും ഞങ്ങളാരും ആളല്ല. നിന്നോട് ചോദിക്കാൻ നിന്റെ സമ്മതമില്ലാതെ ഞങ്ങൾ എന്ത് തീരുമാനിക്കാൻ? അതും നിന്റെ ഭാര്യയുടെ കാര്യം. വലിയച്ഛനും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു നിർത്തി. സമ്മതമാണെങ്കിൽ അടുത്ത പരിപാടി എന്താ? അവനറിയേണ്ടത് അതാണ്, അടുത്ത എന്താണെന്ന്. അതിപ്പോ ഇവിടെ നിന്ന് അത്ര നല്ല ആയുർവേദിക് ഹോസ്പിറ്റലൊന്നും ഇല്ല. നല്ലതെന്ന് പറയുമ്പോൾ ആശ്രമൊക്കെയാണ് നല്ലത്.
നാട്ടിലാണെങ്കിൽ നല്ലതൊന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അവിടെ നോക്കാമെന്ന് എൻ്റെ മനസ്സിൽ. മുത്തശ്ശി പറഞ്ഞിർത്തുമ്പോൾ രുദ്രൻ തലവുലുക്കി. ഇനി നിനക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ദേവി യേശു ഞങ്ങൾക്കൊപ്പം വരട്ടെ. എന്തായാലും കുറച്ച് ദിവസം പിടിക്കല്ലോ, 1 മാസത്തെ ചികിത്സയെങ്കിലും കാണും. മുത്തശ്ശി പറഞ്ഞിർത്തിയ റോണിന്ന് ചിരിച്ചു. നടന്നു തന്നെ. യേശു രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. മരുന്ന് കഴിക്കണ്ടേ? വാ. അവനെ നോക്കി കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുന്നവളുടെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ പതിയെ എണീറ്റു. ആരെയും നോക്കാതെ അവർ മുകളിലേക്ക് പോയി. മുത്തശ്ശി ദേഷ്യത്തിൽ മോഹനെയും ദേവിയെയും നോക്കി. രുദ്രൻ യേശുവിനെ കൊണ്ട് റൂമിൽ കയറി വാതിലടച്ചതും അവൾ അവനെ നെഞ്ചിലേക്ക് ചാരിന്ന് അവനെ മുറുക്കെ പുണർന്നു. ഞാൻ പോയില്ല ഈച്ച. ഈച്ചയില്ലാണ്ട് എനിക്ക് പറ്റില്ല. ആഹാ, അതിന് ആരും വിടുന്നു നിന്നെ? എന്റെ പെണ്ണ് എങ്ങോട്ടും പോവില്ല, എങ്ങോട്ടും ഞാൻ വിടില്ല, പോരെ? ഈശു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവൾ ആശ്വാസത്തോടെ അവനെ നോക്കി തലവുലുക്കി. വാ, മരുന്ന് കഴിച്ച് കുറച്ചു നേരം കിടക്കാം, ഇനി താഴേക്ക് പോണ്ട. അതും പറഞ്ഞുകൊണ്ട് പതിയെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവളെ ബെഡിലിരുത്തി മരുന്നൊക്കെ കൊടുത്ത ശേഷം രണ്ടുപേരും കൂടെ ബെഡിൽ കിടന്നു. രുദ്രന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ അവൾ എന്തൊക്കെയോ ചിന്തയിലായിരുന്നു. ഉയർന്നു താഴുന്ന അവളുടെ നെഞ്ചിരിപ്പിൽ നിന്ന് തന്നെ അതെന്തോ കാര്യമായ ചിന്തയാണെന്ന് അവന് തോന്നി. ഈച്ച. പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ചു കഴിഞ്ഞതും വിളി വന്നു. രുദ്രൻ പതിയൊന്ന് മൂളിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മുത്തശ്ശി പറഞ്ഞ പോലെ ഭാവിയിൽ എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമോ? അത് ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചതവുകളും മറ്റുമൊക്കെ നമുക്കൊരു കുഞ്ഞുണ്ടാവാതിരിക്കാൻ കാരണങ്ങളൊന്നായി മാറുവീച്ച. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഉള്ളിലെ സങ്കടം കൊണ്ടോ പേടി കൊണ്ടോ അവളുടെ ശരീരം വിറച്ചിരുന്നു. രുദ്രൻ 2 കൈ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇഷ. നമുക്കിവിടെ അടുത്തുള്ളൊരു നല്ലൊരു ആയുർവേദ ഹോസ്പിറ്റൽ കാണിക്കാം. അതുല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് തന്നെ പോവാം. ഞാനും വരും, ഞാനും കൂടെ നിൽക്കും. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം, പോരെ? അവൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള ആ വാക്കുകൾക്കപ്പുറം എന്ത് ധൈര്യമാണ് അവൾക്ക് വേണ്ടത്? ഒന്നും വേണ്ട, ഒന്നും. ഉറക്കം വരുന്നുണ്ടോ? മരുന്നിൻ്റെ ക്ഷീണം കൊണ്ടാവും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഉച്ചക്ക് പോലും കുറച്ച് സമയം കിടന്നുറങ്ങാത്തവളാണ്. ഇപ്പോൾ ഏത് സമയവും ഉറക്കം തന്നെയാണ്. രുദ്രൻ അവളുടെ നെറ്റിയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. അവൾ ഉറങ്ങിയതും പതിയെ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി ബെഡിൽ കിടത്തി. കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന ശേഷം അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. രുദ്രൻ താഴേക്ക് വരുമ്പോൾ റോണിയല്ലാത്ത എല്ലാവരും അവിടെ തന്നെയുണ്ട്. മുത്തശ്ശി ദേവി എന്തൊക്കെയോ പറയുകയാണ്. മോഹൻ ഒന്നും മിണ്ടാതെ തലാഴ്ത്തി സെറ്റിയിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്കൊന്നും ഇത്ര അഹങ്കാരം ഉണ്ടാവില്ല. കാരണം ഞാൻ അങ്ങനെ എൻ്റെ മക്കളെ വളർത്തിയത്. പക്ഷേ ഇവിടെ 4 ഒന്നിനെ എടുക്കാനുണ്ടോ നല്ല സ്വഭാവത്തിൽ? 4 ഒരുപോലെയല്ലേ? അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പോലെ. ഇതൊന്നും ഇപ്പൊ നോക്കേണ്ട സ്വഭാവമല്ല. ചെറുപ്പത്തിൽ അവരുടെ കൂടെ എല്ലാത്തിനും നിന്ന് തുള്ളുമ്പോൾ ആലോചിക്കണം. മുത്തശ്ശി സെറ്റിൽ നിന്ന് വായിൽ തോന്നിയൊക്കെ പറയുകയാണ്. മുത്തശ്ശിന് അവിടെ ഇല്ല. യാത്ര വന്ന ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു പോയി കിടന്നതാണ്. രുദ്രൻ മോഹനെ നോക്കി തലതാഴ്ത്തി കൈകൾ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. അമ്മയെ ധിക്കരിച്ചുകൊണ്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്താലെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ പറയുമ്പോൾ മക്കൾ ഇങ്ങനെ കേടുവരുത്തി വഷളാക്കി വളർത്തിയ ദേവിയാ. മക്കളെ ശാസിക്കേണ്ടടുത്ത് ശാസിച്ചും തല്ലേണ്ട സമയത്ത് തല്ലിയും വളർത്തണം. അല്ലെങ്കിൽ ഇപ്പൊ കണ്ട പോലെ അഹങ്കാരികളായി വളരും. മുത്തശ്ശി നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ദേവിയെല്ലാം കേട്ട് ടേബിളിൽ ചാരി നിൽക്കുകയാണ്. അവിടെ സങ്കടമൊന്നുമില്ല. കാരണം ആ അമ്മയ്ക്കറിയാം അവരുടെ മക്കളെ. പിന്നെ എന്തിനു സങ്കടപ്പെടണം? രുദ്രൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു. ആ നിമിഷമാണ് എല്ലാവരും അവനെ കാണുന്നത്. എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ അമ്മ എൻ്റെ ഭാര്യയാണ് ഇങ്ങനെ പഴിചാരുന്നെങ്കിൽ ഞാൻ നല്ല 2 മറുപടി കൊടുത്തിരുന്നു. മോഹനെ നോക്കി രുദ്രൻ കടുപ്പിച്ച് പറയുമ്പോൾ മോഹനൊന്ന് ചിരിച്ചു. അവനെ പോലെ മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന കൂട്ടത്തിലല്ല മോഹൻ. രുദ്രൻ മോഹനെ നോക്കി സീറ്റിൽ തന്നെ ഇരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.